ഇന്റർനാഷണൽ കളിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി കൊടുക്കണം. പക്ഷേ ഗവൺമെന്റ് ഇവിടെ ജോലി കൊടുക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 മുന്നേ കളിച്ചവർക്ക് ജോലിക്ക് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. 2017 വരെ IPF എന്ന് പറഞ്ഞ ഒറ്റ ഓർഗനൈസേഷനേ ഉള്ളൂ. അത് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലുള്ള സാധനമാണ്. 2017 ചില ഇഷ്യൂസിൽ അതിനെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഒരു ഇതിനും സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ഇല്ല ഒരു ഇവൻറ്റിനും. IPF എനിക്ക് തോന്നുന്നു 74-75 കണ്ട് തുടങ്ങിയതാണ്. അതാണ് ശരിക്കുള്ള ജെന്യൂനുള്ള ഓർഗനൈസേഷനും. പിന്നെ അതിന് വേണ്ടി ഒരു അഡ്വോ കമ്മിറ്റി വെച്ചിരുന്നു. പക്ഷേ അഡ്വോ കമ്മിറ്റി ആയിട്ട് ഇതിനകത്ത് ബന്ധമൊന്നുമില്ല. അഡ്വോ കമ്മിറ്റി വെച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. IPF എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ഉണ്ട്. അവർ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് എന്തോ ഇപ്പോഴും ഡീൽ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, ഡിസ്മിസ് ചെയ്തല്ല, സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിനകത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം താൽക്കാലികമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ അവർക്കില്ല. അവർക്കെന്നല്ല, ഒരു പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ അതോറിറ്റി ഇല്ല. പിന്നെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഗവൺമെൻറ്റിനെ ചീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു, വ്യാജനാണ്. പക്ഷേ ഒരു അസോസിയേഷൻ, ഇവിടെ കേരള പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ, ഒരു അസോസിയേഷന് ഇവിടെ സ്പോർട്സ് കൗൺസിലിൻ്റെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ ഇല്ല. എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ ഉണ്ടെങ്കിലേ അവർക്ക് വെളിയിൽ പോകാൻ പറ്റും. ഏത് ഇന്റർനാഷണൽ കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഏഷ്യൻ കളിക്കണമെങ്കിൽ ഇത് കളിക്കണമെങ്കിൽ അന്നേരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവില്ലാതെ പോയി കളിച്ചെന്ന് പറഞ്ഞാൽ ആ കളിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിയല്ല. അതിന് ചില പലരും കളിക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് വിസയിലാണ്, ഈ പ്ലേയിങ് വിസയിലല്ല പോകുന്നത്. നമുക്ക് ശരിക്കും അറിയില്ല. ഞാൻ ഉള്ള ഇത് പറയുകയാണ് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ ഇല്ല. അപ്പോൾ അങ്ങനെ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. ഞങ്ങളെപ്പോലുള്ളവർ ഇതേമാതിരി വന്നിട്ട് വീണ്ടും ഇവൻറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട്. അതിന് ഗവൺമെൻറ് ആരോ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഈ കോർപ്പറേഷനോ ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് അതുപോലെ ആരും അനങ്ങിയിട്ടില്ല. ഇപ്പം നിലവിൽ നമുക്ക് ഈ ഇത്രയും ബഹുമതികൾ, അതായത് സർട്ടിഫിക്കറ്റുകളായാലും പുരസ്കാരങ്ങളായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് ഒന്നും നമുക്ക് യാതൊരു ഗുണവും അങ്ങനെ ഉണ്ടാവത്തില്ല. അല്ല, ഈ സർട്ടിഫിക്കറ്റുകൾ ഞാൻ പറയാം, 2017 മുന്നേ കളിച്ചവർക്ക് ജോലിക്ക് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. 2017 മുന്നേ നാഷണൽ, അതാ ചോദിച്ചത്, എന്തെങ്കിലും ആനുകൂല്യം അല്ല, നാഷണൽ നമ്മൾ അതിൻ്റെ പറയിൽ പോയിട്ടില്ല എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് അതിൻ്റെ പറയിൽ പോയിട്ടില്ല. പക്ഷേ ഇപ്പം ആണെങ്കിൽ, ഇപ്പം കുട്ടികൾ ഇതിനകത്തോട്ട് വരുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ്. ഇപ്പം ഇതിന് അപ്രൂവൽ ഇല്ലാന്നുള്ളത്, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ഈ അസോസിയേഷനുകൾക്കോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട്. ബാക്കി യൂണിവേഴ്സിറ്റി കളിക്കാം, അവർക്ക് സ്കൂൾ ഇവൻറ്റുകളുണ്ട്, ഒളിമ്പിക് സ്കൂൾ ഇവൻ്റ് ഉണ്ട്, ഇതിലെല്ലാം കളിക്കാം. കാരണം അതിനവർക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഇതിൽ പോയാൽ അത് ഗുണകരമാണ്. നാളെ ജോലി കിട്ടാനും ബാക്കിയുള്ളതൊക്കെ ഇത് വരും. പക്ഷേ ഇതേമാതിരി പലരും ഈ പറഞ്ഞ അവിടെ ഏഷ്യൻ കളിക്കാൻ കൊണ്ടുപോകുന്നു, ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതെല്ലാം പാവപ്പെട്ട കുട്ടികൾ അവർക്ക് അറിയില്ല. അവരെ ചൂഷണം ചെയ്യും, കാര്യങ്ങൾ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് അവരെ ചൂഷണം ചെയ്യാം. ചില ഇതിന് നല്ല എമൗണ്ടാണ് മേടിക്കുന്നത്. ഒരാളിപ്പം ഇവിടെ കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ എബ്രോഡെ കളിക്കാൻ 2-3 ലക്ഷം രൂപ കൊടുക്കും. ഈ 2-3 ലക്ഷം കൊടുത്തു പോയിട്ട് കളിച്ചിട്ട് അയാൾക്ക് ഇവിടെ വന്നാൽ അപ്പോൾ അയാൾ വിൻ ചെയ്തെന്നുള്ളൂ. അയാൾ വിൻ ചെയ്ത് വന്നാൽ സാധാരണ ഇന്റർനാഷണൽ കളിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കണം. പക്ഷേ ഗവൺമെൻറ് ഇവിടെ ജോലി കൊടുക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ ചെയ്തിട്ടില്ല. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയത്, നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടാൻ പറ്റിയതിന് അതിന് വളരെ സന്തോഷമുണ്ട്. വേണു ചേട്ടാ, ഇത്രയും നേരം എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് താങ്ക് യു.